നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ കൊല്ലം ജില്ലയിൽ ഒരു സംഭവം ഉണ്ടായി. 75 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോധികയായ ഒരമ്മയെ 35 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു കുരങ്ങൻ അല്ലെങ്കിൽ ഒരു നരഭോജി, മനുഷ്യനെന്ന് അവനെ പറയാൻ കഴിയില്ല, ഈ അമ്മയെ ക്ഷേത്രത്തിലേക്ക് അന്നദാനത്തിന് പോയ ഈ അമ്മയെ ഇവൻ വിളിച്ചു കൊണ്ടുപോയി മറ്റൊരു വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് അന്നദാനം കഴിക്കാൻ അതിവേഗം എത്താമെന്ന് പറഞ്ഞുകൊണ്ട് കൂടെ കൂടി കൊണ്ടുപോയിട്ട് ഒരു വീടിൻ്റെ സ്റ്റെയറിനടിയിൽ കയറ്റി ഇവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. നാം ഒന്ന് ആലോചിക്കണം, ഈ അമ്മയുടെ പ്രായം 75 മുകളിലാണ്. തീർത്തും വയോധികയായ ഒരമ്മ. മകന്റെയോ മകന്റെ മകന്റെയോ ഒക്കെ പ്രായം മാത്രം ഉണ്ടാകേണ്ട ഒരു 35 വയസ്സുകാരനാണ് ഈ പറയുന്ന, കണ്ടാൽ പട്ടി പോലും വെള്ളം കുടിക്കാത്ത, അല്ലെങ്കിൽ കാണ്ടാമൃഗത്തിന്റെ രൂപസാദൃശ്യമുള്ള ഒരുത്തൻ, ഒരു പരനാറി, ഒരു പരമ ചേറ്റ ഈ അമ്മയെ കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുകയാണ്. പക്ഷേ നാട്ടുകാര് ഈ അമ്മയുടെ കരച്ചിൽ കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ എന്തോ ബഹളം കേട്ടുകൊണ്ടോ അവരെത്തി ഈ അമ്മയെ രക്ഷപ്പെടുത്തി. ഇവന് നല്ല സമ്മാനവും കൊടുത്തിട്ടുണ്ട്. ഇവന്റെ തലയൊക്കെ ഹെൽമെറ്റ് ഇട്ട കണക്ക് ആക്കിയിട്ടുണ്ട് നാട്ടുകാർ. ആ നാട്ടുകാർക്ക് ഏതായാലും നല്ലൊരു കൈയടി തരണം. ഇവനെ പോലെ ഉള്ളവനെയൊക്കെ ശരിക്കും എന്താണ് ചെയ്യേണ്ടത്? എടാ പരമനാറി, ലൈംഗിക ദാരിദ്ര്യം എന്തിനാണ് നിനക്ക്? എടാ ഇവിടേക്ക് അതിനു വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഇപ്പൊ പലയിടത്തും ഒക്കെ ഉണ്ട്. നിനക്കൊക്കെ അത് ചെയ്തൂടെ? അതല്ലെങ്കിൽ ഇതങ്ങ് പൊഴുതുകളാണ്. ഈ മരച്ചീനി, കൊല്ലക്കാരൊക്കെ പറയുന്ന മരച്ചീനി, അല്ലെങ്കിൽ മറ്റ് ജില്ലക്കാരൊക്കെ പറയുന്ന പൂളയെന്നോ കപ്പയെന്നോ ഒക്കെ പറയുന്നത് പിഴുന്ന് എടുത്ത് മാറ്റുന്നൊരു സംഭവമുണ്ട്. അതുപോലെ ചവിട്ടിപ്പിഴുതം കളയണം. അതാ ചെയ്യേണ്ടത്. പോയി ചത്തൂടെടാ നാറി നിനക്ക്. ഏതായാലും അവന്റെ ആ ഒരു തിരുമുഖം പ്രേക്ഷകരെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നാട്ടുകാര് പഞ്ഞി കിട്ടതിന് ശേഷമാണ് പോലീസ് വന്ന് കൊണ്ടുപോയെന്നാണ് അറിയാൻ കഴിയുന്നത് കേട്ടോ. ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥരും മർദ്ദിക്കാതിരുന്ന് കാണത്തില്ല, രണ്ടെണ്ണമെങ്കിലും അവർ കൊടുത്തു കാണും കേട്ടോ. കാരണം അവർക്കുമൊക്കെ അമ്മയും സഹോദരിയും എല്ലാവരും ഒക്കെ ഉള്ളതാണ്. നമ്മൾ പല വാർത്തകളും പല രീതിയിൽ കേട്ടിട്ടുണ്ട്. ഈ ഒരു വാർത്ത സാധാരണ ഞാൻ അങ്ങനെ പറയാറില്ല, പക്ഷേ ഇത് പറയേണ്ട അവസ്ഥ വന്നത് ആ അമ്മയുടെ പ്രായമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. പറഞ്ഞു എന്തായിരുന്നു കേട്ടോ നോക്കി ഇവിടെ വന്ന്